തൃശ്ശൂരിൻ്റെ തൊഴിൽ പൂരം, സമാനതകളില്ലാത്ത തൊഴിൽ മേള. മന്ത്രി കെ രാജൻ. തൊഴിൽ അന്വേഷകരെ തേടിപ്പോകുന്ന സർക്കാർ വിജ്ഞാന കേരളത്തിലൂടെ കേരളത്തിൻ്റെ വികസന മാതൃകകളിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. വിജ്ഞാന കേരളം തൊഴിൽ പൂരത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി സംഘടിപ്പിച്ച മെഗാ ജോബ് ഫെയർ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അഭിരുചിക്കും അനുസരിച്ച് തൊഴിൽ ലഭ്യമാക്കുകയാണ് വിജ്ഞാന തൃശ്ശൂരിലൂടെ. അതിനായി വിവിധ സർക്കാർ ഏജൻസികളെ ഏകോപിപ്പിച്ച് സാങ്കേതിക സഹായവും നൈപുണ്യ പരിശീലനവും നൽകി അവരെ പ്രാപ്തരാക്കി. ജനകീയ ആസൂത്രണത്തിൻ്റെ മാതൃകയിൽ സർക്കാരും തൊഴിൽദായകരും സന്നദ്ധ പ്രവർത്തകരും പൊതുജനങ്ങളും ഒറ്റക്കെട്ടോടെ വിജ്ഞാന കേരളത്തിനായി കൈകോർത്തതിൻ്റെ തെളിവാണ് ഈ മെഗാ ജോബ് ഫെയറിൻ്റെ വിജയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ എത്തിയവരുമായി രജിസ്ട്രേഷൻ കൗണ്ടറുകളിലും ഇൻ്റർവ്യൂ സെൻ്ററുകളിലും നേരിട്ടെത്തി മന്ത്രി സംവദിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. വിവിധ തൊഴിൽ ദാതാക്കളുമായി മന്ത്രി ആശയവിനിമയം നടത്തി. നോർക്കയുമായി സഹകരിച്ച് വിദേശ തൊഴിലുകൾ ഉൾപ്പെടെ വിജ്ഞാന തൃശ്ശൂരിൻ്റെ തൊഴിൽ മേളകളിൽ ഭാഗമാക്കും. രജിസ്റ്റർ ചെയ്ത മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും മെയ് മാസത്തോടെ ജോബ് ഫെയർ അവസാനിക്കുമ്പോൾ തൊഴിൽ ലഭ്യമാക്കാനാണ് വിജ്ഞാന തൃശ്ശൂർ ലക്ഷ്യമിടുന്നത്. 151 തൊഴിൽ ദാതാക്കളിൽ നിന്നും 577 വ്യത്യസ്ത തരം മേഖലകളിൽ നിന്നായി 35,000 തൊഴിലുകളിലേക്കാണ് അഭിമുഖങ്ങൾ നടന്നത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി 140 ക്ലാസ് മുറികളിലാണ് അഭിമുഖം നടന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തെ തുടർന്ന് ഉദ്ഘാടന ചടങ്ങുകൾ പൂർണ്ണമായി ഒഴിവാക്കിയാണ് മേള സംഘടിപ്പിച്ചത്.